ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും കൂട്ടായ്മ മധ്യയും വാഴ്ത്തപ്പെടുമാറാട്ടെ. പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. അനീഷ് ബ്രദർ, സന്തോഷ് ബ്രദർ, സിസ്റ്റർ പൊതുകേഷനാർത്ഥി നടന്നു വന്നു, നന്ദി പറയുന്നു. പുതുവായിട്ട് കടന്നു വന്നവരുണ്ട്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ തിരക്കും വളരെ ബുദ്ധിമുട്ടും ഉള്ള ഓരോ ദിവസം കൂടെ കടന്നുപോയി. ഇതിന്റെ അവസാന ഭാഗത്ത് അല്പസമയം ദൈവത്തിനായിട്ട് സമയം മാറ്റി വെപ്പാൻ നിങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവം കൃപയാൽ തന്ന ആഗ്രഹത്തെ ഓർത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി പറയുന്നു. നമ്മൾ തുടർച്ചയായി റോമാ ലേഖന പഠനത്തിലാണല്ലോ. 3-ാം അധ്യായം അതിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ആണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഭാഗം നമുക്കൊന്ന് പ്രാവശ്യം വായിക്കാം. ആർക്കെങ്കിലും ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ വളരാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. പൗലോസ് 2 അധ്യായങ്ങളിലൂടെ പാപത്തിന്റെ, മനുഷ്യന്റെ മേലുള്ള ആധിപത്യത്തെ കുറിച്ച് വളരെ വിശദമായി വിവരിച്ചിട്ട് താൻ വീണ്ടും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് താൻ ഇത്രയും നേരം പറഞ്ഞു വന്ന ഈ ആശയം, പാപം എന്ന ആശയം എങ്ങനെയാണ് മനുഷ്യനെ മുഴുവനായി ഗ്രസിച്ചിരിക്കുന്നത് എന്നത് പഴയ നിയമ തിരുവെഴുത്തുകളുടെ ആധാരത്തിൽ അതൊന്ന് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ചെയ്തു തരികയാണ്. പഴയ നിയമ തിരുവെഴുത്തുകൾ എടുത്തിട്ട് ഈ പാപം, അതിന്റെ ആധിപത്യം എങ്ങനെയാ മനുഷ്യനെ മൊത്തമായി ഗ്രസിച്ചിരിക്കുന്നത്. ആ വാക്യങ്ങളുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ 10-ാം വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 20-ാം വാക്യം എന്ന് പറയാൻ പറ്റും. എക്ലേസിയാസ്റ്റിസ് 7:20 ആണ് അതിന്റെ 10-ാമത്തെ. നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. 12-ാം വാക്യം, അതിന്റെ 12-ാം വാക്യം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന വാക്യം സങ്കീർത്തനങ്ങൾ 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യവും 53-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും നമുക്കത് കാണാം. വായിക്കണ്ട, നിങ്ങൾ ആ റെഫറൻസ് എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ എന്ന് പറയുന്നുള്ളൂ. റോമാലേഖനം 3:12, സങ്കീർത്തനങ്ങൾ 14:1 മുതൽ 3 വരെയും 53-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുമുള്ള വാക്യങ്ങൾ നമുക്കത് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. 13-ാമത്തെ വാക്യം, റോമൻസ് 3:13, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അത് സങ്കീർത്തനങ്ങൾ 5:9 പറയുന്നത്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, അവർ നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. അതിന്റെ അടുത്ത ഭാഗം, സർപ്പവിഷം അവരുടെ അധരങ്ങളിൽ കീഴിലുണ്ട് എന്നുള്ളത് സങ്കീർത്തനം 140:3 ആണ്. സർപ്പവിഷം അവരുടെ അധരങ്ങളുടെ കീഴിൽ. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു എന്ന വാക്യം സങ്കീർത്തനം 10:7 ആണ്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കീർത്തനം 10:7.
അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. അത് യെശയ്യാവിന്റെ പുസ്തകം 59 7 ഐസായ 59:7 ആണ്. കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സദൃശവാക്യം 1:16 1:16 സദൃശവാക്യം 1:16. 18 വാക്യം, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അത് സങ്കീർത്തനം 36:1. സങ്കീർത്തനം 36:1. ഇത് യഹൂദന്മാരുടെ ഒരു രീതിയാണ്. യഹൂദ റബ്ബിമാര് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു വിഷയം എടുത്ത് അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ ഉള്ള ആ ആശയം ഉൾക്കൊള്ളുന്ന അനേക വാക്യങ്ങൾ എടുത്തിട്ട് ആണ് അത് വിവരിക്കുന്നത്. അത് റബ്ബിമാരുടെ ഒരു രീതിയാണ്. സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഒരു ബിബ്ലിക്കൽ ഫോർമാറ്റ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ഇത് എഴുതുന്ന അപ്പസ്തോലനായ വിശുദ്ധ പൗലോസും ഒരു യഹൂദ റബ്ബിയായിരുന്നു. താന് ഗമാലിയേലിന്റെ കാൽക്കീഴ ഇരുന്ന് പഠിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും അതുകൊണ്ട് പൗലോസും ഇവിടെ ആ ഒരു ട്രെയിനിങ് യൂസ് ചെയ്ത് ഈ പാപം എത്രത്തോളം മനുഷ്യനെ കവർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു പേടിപ്പിക്കുന്ന ഒരു ചിത്രമാ തൊണ്ട തുറന്ന ശവക്കുഴി എന്നൊക്കെ അങ്ങ് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ആ പാപം മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കൊന്ന് കാണിച്ചു തരികയാണ്. എന്റെ പ്രിയരെ, പോൾ പറയുക ഇവിടെ യഹൂദനായാലും യവനനായാലും ഏതൊരു വ്യക്തിയും പാപത്തിന്റെ കീഴിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ വലിയ കുട്ടികളോട്, മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, വീണ്ടും ജനനം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആ രക്ഷ അത് പ്രാപിക്കാത്തിടത്തോളം കാലം ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണ് നിങ്ങൾ. അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് വചനത്തിന്റെ മുൻപിലേക്ക് വന്ന് ദൈവത്താൽ തന്നെ നാം തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവം നമ്മളെ ജനിപ്പിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവമക്കളായ മാതാപിതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ രക്ഷ എന്ന ആ അനുഭവത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഹല്ലേലൂയ. ഈ യഹൂദന്മാര് കരുതിയിരുന്നത് ഞങ്ങൾ അബ്രഹാമിന്റെ ആ പരമ്പരയിൽ വരുന്നവരായതുകൊണ്ട് ഞങ്ങള് ഈ ന്യായവിധി എന്ന കാര്യത്തിലൂടെ കടന്നു പോകത്തില്ല. പക്ഷെ പോള് പറയുക, നോ, അങ്ങനെയല്ല, നിങ്ങളും പാപത്തിന്റെ കീഴില. ഞാന് രക്ഷിക്കപ്പെട്ട മക്കൾ, മാതാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ വരവിനായി കാത്തിരിക്കുന്ന, തന്നെ ഒരുക്കി കാത്തിരിക്കുന്ന മണവാട്ടി സഭയിലെ അംഗമായ മാതാപിതാക്കന്മാരുടെ ഭവനത്തിൽ ജനിച്ച മക്കളാണ് എന്ന് വെച്ച് നമ്മളും ഓട്ടോമാറ്റിക് ആയിട്ട് ആരും ജനിക്കുന്നില്ല. നമ്മൾ റോമാലേഖനം 3 വരുമ്പോൾ നമ്മളത് കാണും. ഒരുവനാൽ പാപവും പാപത്താൽ മരണവും വന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു. പക്ഷെ ഒരുവനാൽ കാൽവരി യാഗത്താൽ നീതീകരണത്താൽ രക്ഷ എന്നത് ക്രിസ്തുവിലൂടെ വന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ടല്ല വരുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ
നമ്മളത് വ്യക്തമായിട്ട് പഠിക്കും. അത് ഓട്ടോമാറ്റിക് ആയിട്ടല്ല, അതാണ് രണ്ടിന്റെ കാര്യവും ഒരുപോലെ അല്ലല്ലോ എന്നവിടെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതൊരു തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. പാപം നമ്മുടെ ഉള്ളങ്ങളിൽ വന്നതിന് നമ്മൾ ഒന്നും ചെയ്തില്ല. മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിയും ആദാമിൽ നിന്ന് വന്നതായതുകൊണ്ട് ആദാമിനുള്ള പാപം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് ഞാനത് അവിടെ അങ്ങോട്ട് വിടുക. പക്ഷെ ഈ പാപത്തിന്റെ ഭാരം അത് വീണ്ടും ജനിച്ചവർക്ക് അതിന്റെ ഭാരം എന്തെന്നറിയാം? പാപത്തിന്റെ ഭാരം ശരിക്കും വീണ്ടും ജനിച്ച വ്യക്തിക്കറിയാം, പണ്ടത്തെ എന്റെ ജീവിതവും ഇപ്പോഴത്തെ എന്റെ ജീവിതവും എന്തോ അത് എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞല്ലോ. ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര എന്ന ആ വിവരണത്തിൽ ആ ട്രാവലർ ഒരു സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് പോവുകയാ, ഒരു ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞത് വെച്ച്. പക്ഷെ ഒരു ഭാരവും പേറിയ ആ വ്യക്തി പോകുന്നത്. നമ്മളും ഇതുപോലൊരു ഭാരവും പേറിയ നടക്കുന്നത് രക്ഷിക്കപ്പെടുന്നതുവരെ. ഹല്ലേലൂയ. നീതീകരണം, വിശുദ്ധീകരണം ഒക്കെ നമ്മൾ മുൻപോട്ട് പഠിക്കും. വളരെ രസകരമായ കാര്യങ്ങളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരുപാട് നമ്മളെ സമൂലം മാറ്റുന്ന കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ശരിക്കും വീണ്ടും ജനനത്തിലേക്ക് വന്നവർക്കറിയാം ഇതിന്റെ ഭാരം മാറിയപ്പോൾ ഉണ്ടായ സുഖം. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് കുറ്റബോധം അങ്ങ് മാറും. കുറ്റബോധം, ഗിൽറ്റ് ഫീലിംഗ് മാറും വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ. ഹല്ലേലൂയ. അതൊന്ന് അല്പം കൂടി ഒന്ന് വ്യക്തമാക്കാനായിട്ട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഈ യൂദായ്ക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗാ ഉണ്ടായത്, പക്ഷെ പോളിനൊരു പാപബോധമാ ഉണ്ടായത്. പോള് പാപബോധം വന്ന് തിരിഞ്ഞു വന്നു. ഗിൽറ്റ് ഫീലിംഗിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ബ്രദർ എങ്ങനെയാ? ഞാൻ പറയും, എനിക്ക് ഉറപ്പാ, തീർച്ചയായിട്ടും ഞാൻ നിത്യതയിൽ കാണും. ഇത് ഞാൻ പാപം ചെയ്യാത്തത് കൊണ്ടല്ല, എന്റെ കർത്താവ് നീതീകരിച്ചത് കൊണ്ടാണ്. എന്റെ ആഗ്രഹം എന്റെ കർത്താവിന്റെ കൂടെ പോകണമെന്നുള്ള. ഹല്ലേലൂയ. എന്റെ ആഗ്രഹം പാപത്തിന്റെ ദാസനായിരിക്കാനായിട്ടല്ല, കൃപയ്ക്ക് ദാസനായിട്ടിരിക്കാൻ. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ വരുമ്പോൾ ഈ ഭാരം, പാപത്തിന്റെ ഭാരം ഒഴിഞ്ഞുപോയ ഒരു എക്സ്പീരിയൻസിലേക്ക് എല്ലാവരും കടന്നു വരും. നമുക്കൊരു ഉറപ്പുണ്ടാവും. മരണഭയം നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് മാറും. നമ്മൾ ആദ്യം എന്ന് നീ വരും, കാഹളം എന്തേ കേൾക്കാത്തു, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? കർത്താവ് എന്നാ വരുന്നേ? ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമുക്ക് there are situations and times we really feel that കർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് കണ്ടായിരുന്നെങ്കിൽ, കർത്താവിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ഫീലിംഗ് ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാവും. ഹല്ലേലൂയ. ആ പാപത്തിന്റെ ഭാരം പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഹല്ലേലൂയ. ഇവിടെ ഈ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പോൾ നൽകുന്ന വിശദീകരണത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 11-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്, നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടാവരുത്. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. 18-ാം വാക്യം, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. ഇവിടെ ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പാപം എന്നത് ദൈവഭക്തിയില്ലായ്മ. ഈ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് കാണുവാനായിട്ട് സാധിക്കുന്നത് അൺഗോഡ്ലിനെസ്, ദൈവഭക്തിയില്ലായ്മ. അഭക്തിയാണ് പാപം. ദൈവത്തോടുള്ള ഭക്തിയില്ലായ്മ. അവിടെ പറഞ്ഞില്ലേ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല. അതെങ്ങനെയാ ബ്രദറെ ദൈവത്തെ അന്വേഷിക്കാത്തത് പാപമാകുന്നത്? 1:18 നമ്മൾ എന്താ വായിച്ചത്? 1-ാം അധ്യായത്തിന്റെ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അഭക്തി
ഭക്തിക്കെതിരെ ദൈവത്തിന്റെ കോപം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഭക്തി എന്ന പാപം, ഭക്തിയില്ലായ്മ. അപ്പൊ ഭക്തി എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് പറയാം. നമ്മൾ ചിന്തിക്കുന്ന ഭക്തിയല്ല. അപ്പൊ അഭക്തിക്കെതിരെയാണ് ദൈവത്തിന്റെ കോപം വരുന്നത്. ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിലേക്ക് വന്നാല് ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താ? എന്റെ ജനം എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ അന്വേഷിക്കുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത് ബ്രദറെ? ഇസ്രായേലിൽ ആലയമില്ലേ? ഇസ്രായേലിൽ യാഗമില്ലേ? ഇസ്രായേലിൽ പുരോഹിതന്മാരില്ലേ? ഇസ്രായേലിൽ ശുശ്രൂഷകളില്ലേ? യാഗങ്ങൾ നടക്കുന്നില്ലേ? എന്നിട്ടും എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ എന്നെ വിട്ട് പൊട്ടക്കിണറുകളെ അന്വേഷിക്കുന്നു? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നോ? ഇതെല്ലാം ഉണ്ട് അവിടെ. ആലയമുണ്ട്, പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എല്ലാം ഉണ്ട്, യാഗങ്ങളും നടക്കുന്നുണ്ട്, എല്ലാം ക്രമമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവരെ നോക്കിയിട്ട് പറയുക നിങ്ങൾ എന്നെ വിട്ടുപോകുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താ കർത്താവ് അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത് മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഭക്തി എവിടെ? ചോദിച്ചു മനസ്സിലായോ? ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത് മരുഭൂമിയിലൂടെ നടത്തി കനാനിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് എന്നോടുണ്ടായിരുന്ന ഭക്തിയും ആഗ്രഹവും അന്വേഷണവും എവിടെ? അതില്ല. ഇപ്പൊ യാഗമുണ്ട്, ആലയമുണ്ട്, ശുശ്രൂഷയുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തോടും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തോണം. പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യവും ഉണ്ട്, പക്ഷെ എന്റെ കർത്താവ് എന്റെ ഉള്ളത്തേക്ക് നോക്കുമ്പോൾ എന്നെക്കുറിച്ചും ഇത് തന്നെയാണോ പറയുന്നത്? ഇതെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. അന്ന് നിങ്ങൾക്ക് എന്നെ മതിയായിരുന്നു. ആർക്ക്? ഇസ്രായേൽ ജനത്തിന്. അന്ന് നിങ്ങൾക്ക് എന്നെ മതിയായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എന്നെ വേണ്ട, ഞാൻ തരുന്നത് മതി. അങ്ങനെയല്ലേ ഇന്നും രക്ഷിക്കപ്പെട്ടു വീണ്ടെടുക്കപ്പെട്ടെന്ന് പറയുന്ന വേർപെട്ട ജനത്തിലുള്ളവരും സഭകളിലുള്ളവരും എല്ലാം അങ്ങനെയല്ലേ? എന്നെ വേണ്ട, ഞാൻ തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ പാപമെന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവം തരുന്നതിനെ അന്വേഷിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാ ശരിക്കും വചനത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. എന്നെ വിട്ട് ഞാൻ തരുന്നതിനെ അന്വേഷിക്കുക. എന്റെ ഫോക്കസ് മുഴുവനും അതിലേക്കായി. ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തെ ഒരു ചട്ടുകമാക്കിയിട്ട് അവൻ തരുന്നതിനെ അന്വേഷിക്കുന്നു. എന്റെ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂടിവരവുകളും ഇതിനു വേണ്ടി മാത്രമാണ് എങ്കിൽ നമ്മെ നോക്കിയും കർത്താവ് പറയുന്നത് ഇസ്രായേലിനെ നോക്കി പറഞ്ഞ അതേ കാര്യം തന്നെ. നീ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടു വന്ന അന്നത്തെ ആ സ്നേഹം ഇന്നില്ലല്ലോ. അന്നെല്ലാം സ്നേഹമായിരുന്നു. അന്നെന്തോരം വചനം വായിക്കാൻ കൊതിയായിരുന്നു. അന്ന് പ്രാർത്ഥനയ്ക്ക് ആരും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അന്ന് പ്രാർത്ഥനയ്ക്ക് നമ്മൾ സ്വയം കണ്ടെത്തുമായിരുന്നല്ലോ. പക്ഷെ ഇന്നത്തെ പ്രാർത്ഥന മുഴുവനും ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടേണ്ടതിനുള്ളതിനെ വേണ്ടിയല്ലേ? ഹല്ലേലൂയ.
ഞാനിത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്നറിയോ, ജാതികളാ, മറ്റുള്ളവരാ ഭാവികളെന്ന്. പക്ഷെ ദൈവം പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളും ദ സോ കോൾഡ് സെപ്പറേറ്റഡ് ഗ്രൂപ്പ്, വേർപെട്ട ജനം എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഉള്ളങ്ങളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് എന്റെ പ്രിയരെ. ദൈവം ഉള്ളങ്ങളെ നോക്കി നമ്മളെ വിധിക്കുന്ന ദൈവമാണ്. ഒരു പ്രശ്നം വരട്ടെ, ഒരു സിറ്റുവേഷൻ വരട്ടെ, അന്നേരം നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥനയുടെ താല്പര്യം, അന്നേരം നമുക്ക് ഉപവസിക്കാനുള്ള താല്പര്യം, എല്ലാം കംഫർട്ടബിൾ ആയിട്ടും എല്ലാം ഓക്കെയും ആയിട്ടിരിക്കുന്ന സമയത്ത് ആ സെയിം ആണോ? അല്ലേ നമുക്ക് വിടാൻ കേട്ടോ. ഹല്ലേലൂയ. ശരിക്കും നാം എന്താ സീക്കുന്നത്? എനിക്ക് വേണ്ടി ഞാൻ എന്നെ വലുതാക്കാനായിട്ട് ഞാൻ കേന്ദ്രീകൃതം, സ്വയകേന്ദ്രീകൃതം, അതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അന്വേഷിക്കുന്നത് മൊത്തം അതല്ലേ. ദാവീദ് പറയുന്നത് എന്നറിയോ? ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയാണോ ഞാൻ? എന്റെ പ്രിയരെ, നമ്മൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് വെറുതെ കുറെ വചനം കേട്ട് 2 പാട്ട് പാടി തിരിച്ചു പോകാനായിട്ടല്ല. ശരിക്കും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം. അങ്ങനെയാണോ ഞാൻ? ദാവീദ് പറയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റുമോ? ഇവിടെ പറയണ്ട, നമ്മുടെ പേഴ്സണൽ, നമ്മുടെ പ്രാർത്ഥന സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ എപ്പോഴും യഹോവയെ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു? ഈ ശൗൽ രാജാവിനെ ഭയന്ന് ദാവീദ് ഓടിപ്പോയ സമയത്ത് ഒരിക്കൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദാവീദ് ശൗലിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വായിച്ചാലോ? 1 ശമൂവേൽ. യജമാനനായ രാജാവ്, അടിയന്റെ വാക്ക് കേൾക്കണമേ. തിരുമേനിയെ അടിയന് വിരോധമായി ഉദ്യോഗിപ്പിക്കുന്നത് യഹോവയാകുന്നു എങ്കിൽ അവൻ ഒരു വഴിപാട് ഏറ്റ് പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യർ എങ്കിലോ അവർ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. നീ പോയി അന്യദൈവങ്ങളെ സേവിക്ക എന്ന് പറഞ്ഞ് യഹോവയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകും വണ്ണം അവർ എന്നെ ഇന്ന് പുറത്തു തള്ളിയിരിക്കുന്നു. ദാവീദ് ചോദിക്കുക, ശൗലേ, നീ എന്നോട് എന്താ അങ്ങനെ പറയുന്നത്? യഹോവയോട് എനിക്കുള്ള അവകാശത്തിൽ നിന്ന് എന്നെ ആട്ടിപ്പായിച്ചിട്ട് അന്യ ദൈവങ്ങളെ പോയി സേവിക്കാൻ നീ എന്നോട് പറയുന്നല്ലോ. ദാവീദ് ശൗലിനെ കണ്ടപ്പോ, എന്നാലും നീ എന്റെ കിരീടം തട്ടിക്കൊണ്ടുപോയല്ലോ, ഇതാണോ ദാവീദ് ചോദിച്ചത്? എന്നാലും ദൈവം എനിക്ക് എന്റെ മേലൊഴിച്ച അഭിഷേക തൈലത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയ ആ രാജസ്ഥാനം നീ തട്ടിയെടുത്തല്ലോ, എനിക്ക് തരുന്നില്ലല്ലോ. ഇതൊന്നും അല്ല ദാവീദ് ചോദിക്കുന്നു. ദാവീദ് ചോദിക്കുന്നു, യഹോവയ്ക്ക് അല്ലെ, എനിക്ക് യഹോവയോടുള്ള അവകാശത്തിൽ നിന്ന് നീ എന്നെ ഓടിപ്പായിച്ചിട്ട് അന്യ ദൈവങ്ങളെ പോയി സേവിക്കാൻ പറഞ്ഞല്ലോ. നമ്മളോ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്തുവാ പ്രിയരെ? നമുക്ക് അങ്ങനെ ഒരു സ്നേഹമൊക്കെ ഉണ്ടോ കർത്താവിനോട്? നമ്മുടെ പ്രാർത്ഥന ശരിക്കും നന്മ തടഞ്ഞു വെച്ചിരിക്കുന്ന പോരാട്ടത്തെ അഴിക്കാൻ വേണ്ടിയുള്ളതല്ലേ? ഈ പാട്ടും പ്രാർത്ഥനയും കയ്യടിയും ഉച്ചുകുത്തി എന്നുള്ള കയ്യടിയൊക്കെ, ഇതൊക്കെ ശരിക്കും എനിക്ക് വച്ചിരിക്കുന്ന നന്മയ്ക്ക് തടസ്സമായിരിക്കുന്നതിനെ അഴിക്കാൻ. നമ്മളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചോണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെയാ, അതിലാണ് എന്റെ ഫോക്കസ് എങ്കിൽ ഇതിനെയാ ഇവിടെ അപ്പസ്തോലൻ പറയുന്ന അഭക്തി അല്ലെങ്കിൽ സ്വയ അന്വേഷണം, അത് പാപമാണെന്നാ പറയുന്നത്. ദൈവത്തെ അല്ലാതെ വേറെ എന്തു നീ അന്വേഷിച്ചാൽ അത് പാപമാണ്. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ. ഞാൻ അന്നേരം അത് പറഞ്ഞിരുന്നു, എന്താ ശാഠ്യം പൂണ്ടെന്നുള്ളത്. ശാഠ്യം പൂണ്ടെന്നുള്ള അഡമന്റ് എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരുന്നത്. NIV നോക്കിയാല് സെൽഫ് സീക്കിംഗ്, സെൽഫ് സീക്കിംഗ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. സ്വയസ്നേഹികൾ, വമ്പ് പറയുന്നവർ. അതുകൊണ്ടല്ലേ ഇന്നത്തെ പുൾപിറ്റുകൾ ഞാൻ തൊട്ടപ്പോ വീണ്, ഊതിയപ്പം അറിഞ്ഞുപോയി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശരിയായി, ഞാൻ കൈവച്ച് അനുഗ്രഹിച്ചപ്പോ എഴുന്നേറ്റ് നടന്നു, ഞാൻ എല്ലാം ഞാൻ. നമ്മൾ ഇന്നതല്ലേ കാണുന്നത്. അതെന്താ? വമ്പ് പറയുന്നവർ, സ്വയസ്നേഹികൾ, സെൽഫ് സീക്കിംഗ്. I replaced God. ഞാൻ തൊട്ടപ്പോ. ഈ പാപത്തിന്റെ ആരംഭം എവിടെയാണ്? സെൽഫ് സീക്കിംഗ്. അരുണോദയ പുത്ര, യശയാവിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. ഞാൻ എന്റെ സിംഹാസനം അവിടെ ഉറപ്പിക്കും. ഞാൻ എന്റെ. ഇത് തന്നെ ആദാമിലും അവൻ കുത്തിവെച്ചത്. അങ്ങനെയൊന്നുമില്ല. തിന്നാ നീ ദൈവത്തെ പോലെ ആകും. പക്ഷെ നമ്മൾ അതിന്റെ മറ്റേ സൈഡ് ഒന്ന് നോക്കിക്കേ. അതിന്റെ മറ്റേ സൈഡ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ വേഷത്തിൽ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാതെ അങ്ങ് പറയുമ്പോ അങ്ങ് പറയുക. വേഷത്തിൽ മനുഷ്യനായി ആര്? സാക്ഷാൽ ദൈവം മനുഷ്യ വേഷത്തിലായത്. ഒരുവൻ മോളിലേക്ക് കയറാൻ നോക്കിയപ്പോ മറ്റൊരുവൻ താഴേക്ക് സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യ വേഷത്തിൽ ക്രൂശ് മരണത്തോളം അനുസരണമുണ്ടാവുന്നതായിരുന്നു. സെൽഫ് സീക്കിംഗ് ഒരാൾ ആഗ്രഹിച്ചപ്പോ വേറൊരുവൻ സെൽഫ് അല്ല സീക്ക് ചെയ്ത്, എന്നെ നിങ്ങളെ സീക്ക് ചെയ്തു. ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മൾ ചിന്തിച്ചോണം, എന്റെ പ്രാർത്ഥനയും എന്റെ ആത്മീയ എല്ലാ കാര്യങ്ങളും, ഞാൻ ആത്മീയത എന്ന് പേരിട്ട് വിളിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെൽഫ് സീക്കിംഗ് ആണോ, അതോ ഞാൻ കർത്താവിനെയാണോ അന്വേഷിക്കുന്നത്? ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ആ നിലയിലാണോ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനയും? നാം ചിന്തിച്ചോണം. ഹല്ലേലൂയ. ശരിക്കും നാം നമ്മെ തന്നെയാ സീക്ക് ചെയ്യുന്നതെങ്കിൽ, ഞാനാണ് എന്റെ പ്രാർത്ഥനയിൽ ഹൈലൈറ്റഡ് ആയിട്ടിരിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയരെ, അത് തീർച്ചയായിട്ടും പാപമെന്നാ ഇവിടെ അപ്പസ്തോലൻ പറയുന്നത്. യെശയ്യാവ് 45:11 വായിച്ചാലോ? അവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാക്കുണ്ട്. അത് വാക്യമുണ്ടെന്ന് പറയാം. അയ്യോ കഷ്ടം, ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വരുവാനുള്ളവനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ, എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. അവിടെ നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച് 45:11 അവസാന ഭാഗത്ത് എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിക്കുവിൻ. ആ വാക്യം ഇന്ന് പലരും എടുത്ത് തെറ്റോടെ എന്ന് പ്രാർത്ഥനയിൽ കൽപ്പിക്കുമല്ലേ. പ്രാർത്ഥന നമ്മൾ അതിന്റെ ആദ്യവും അവസാനം എന്ന് വായിക്കേ. ആദ്യം പറയുന്നത് എന്താ? നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ നിന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവൻ അയ്യോ കഷ്ടം.
ഹല്ലേലൂയ. മെനയുന്നവനോട് കളിമണ്ണ്, നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവനെ കൈയില്ല എന്നും പറയുമോ? നീ അത്രേ ഉള്ളൂ. യു ആർ നത്തിങ്. ഇവിടെ അത് ഇംഗ്ലീഷ് വായിച്ചാൽ ഡു യു കമാൻഡ് മീ. ഇന്നത്തെ പഠിപ്പീരുകള്, ഇന്നത്തെ കൂട്ടായ്മയിലുള്ള പഠിപ്പീരുകൾ പ്രാർത്ഥനയിൽ നമ്മളങ്ങ് കൽപ്പിക്കും. ആ ആത്മാവിനെ കാണണമെങ്കിൽ യേശയ്യാവ് 14:12 നോക്കിയാൽ മതി. ഞാനിപ്പോ പറഞ്ഞല്ലോ, യേശയ്യാവ് 14:12. നിങ്ങൾക്ക് അതിന്റെ റെഫറൻസ്. നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ. ഞാൻ തൊട്ടപ്പോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ, ഞാൻ പറഞ്ഞപ്പോ. നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ആൾക്കാരെ? കൂട്ടായ്മയിലൊക്കെ ഉണ്ട് അങ്ങനെ. നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ സംസാരിക്കുമ്പോ ഞാനാണോ ഹൈലൈറ്റ് നിൽക്കുന്നത്? ഞാൻ ആ ഹൈലൈറ്റ് നിൽക്കുന്ന നമ്മളിലുണ്ട്. ഈ ഞാൻ എന്ന ഭാവമുണ്ട്. ഞാൻ എന്തോ വലിയ ആളാന്ന് നമ്മുടെ വിചാരം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ ഓർത്താൽ മതി. ഹല്ലേലൂയ. കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശ് മരണത്തോളം നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമാക്കപ്പെട്ടു. അതിന്റെ നടുവിൽ നമ്മൾ എന്ത് ഞാൻ പറയാനാ, എന്ത് പുകഴാനാ ഉള്ള? ഈ ഞാൻ എന്ന ആത്മാവാണ് വരുന്നതെങ്കിൽ ഈ ആത്മാവ് ഈ 14 അധ്യായം 12 വാക്യത്തിൽ വായിച്ച് വ്യാപരിക്കുന്ന അരുണോദയ പുത്രന്റെ ആത്മാവ് ഞാൻ. അതാ ഞാൻ പറഞ്ഞു, സെൽഫ് സീക്കിങ്. ദൈവഭക്തി ഇല്ലാതെ സെൽഫ് സീക്ക് ചെയ്യുന്നത് പാപമാണ്. നമ്മളിൽ ഉണ്ടാകേണ്ട ആത്മാവ് എന്നറിയോ? എബ്രായർ 5 അധ്യായത്തിന്റെ 7 വാക്യത്തിലുണ്ട്. എബ്രായർ 5:7 നമ്മളിൽ ഉണ്ടാകേണ്ട ആത്മാവ് ഏത് ആത്മാവാണ്? 5 അധ്യായത്തിന് 7 വാക്യം വായിച്ചാലോ? തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മളിൽ ഉണ്ടാകേണ്ട ആത്മാവിന്റെ അപേക്ഷയുടെയും അഭയയാചനയുടെയും, അല്ലാതെ കൽപ്പിക്കുന്ന ആത്മാവല്ല. ഞാൻ എന്റെ പ്രിയരെ, പൗലോസ് വ്യക്തമാക്കുക, ഈ സെൽഫാണ് നമ്മുടെ ജീവിതത്തിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, പ്രധാനമായിട്ട് മൂന്നി നിൽക്കുന്നതെങ്കിൽ അത് പാപമാണ്. കാരണം നമ്മൾ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്. രണ്ടാമത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇച്ഛാശക്തിയും മനസ്സും വിചാരങ്ങളെല്ലാം പാപം ഗ്രസിച്ചിരിക്കുന്നു. അതിനിവിടെ അപ്പസ്തോലൻ ഒരു നല്ല സദൃശ്യം ഉപയോഗിച്ചാ പറയുന്നത്. നോക്കിയേ, അതിന്റെ ആദ്യത്തിലുള്ള വാക്യങ്ങൾ വെച്ച് നോക്കിയാല്, അതിനകത്ത് നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള ഏകദേശം എല്ലാ ആ ഫാക്കൽറ്റിയെ കുറിച്ചും പറയുന്നില്ലേ? തൊണ്ടയെ കുറിച്ച് പറയുന്നത് എന്താ? തൊണ്ട തുറന്ന ശവക്കുഴി. The corruption, imagine the corruption, decay, uncleanness. തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. എത്ര ഞാനത് പറയാതെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നാവ് കൊണ്ട് സത്യമാണ് പറയേണ്ടത്, പക്ഷെ എന്താ ചെയ്യുന്നത്? നാവ് കൊണ്ട് ചതിക്കുക. അധരങ്ങൾ, ചുണ്ടുകൾ കൊണ്ട് സ്നേഹം നൽകേണ്ടതാ, മധുരം നൽകേണ്ടത്, പക്ഷെ വിഷമാ നൽകുന്നത് ചുണ്ടുകളിൽ. വായിൽ നിന്ന് എന്താ വരുന്നത്?
ശാപവും കയ്പും. നടപ്പോ അനീതിയിലാ നടപ്പല്ലേ. നമ്മുടെ വഴികളിലോ നാശവും അരിഷ്ടവും. ദൃഷ്ടിയിൽ എന്താ ഉള്ള? ദൈവഭയമില്ല, അഹങ്കാരം മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ ഫാക്കൽറ്റിയെയും പാപം ഗ്രസിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. നമ്മുടെ നടപ്പ്, നമ്മുടെ കാല്, കയ്യ്, കണ്ണ്, ശ്രവണം, അധരം, തൊണ്ട, ഇതെല്ലാം പാപത്താൽ ഗ്രസിച്ചിരിക്കുക. The universality of sin. Hallelujah. ശരിക്കും മനുഷ്യന് ദൈവം ഈ ശരീരം തന്നത് എന്തിനാ പ്രിയരെ? എന്തിനാ ദൈവം മനുഷ്യന് ശരീരം തന്നു? നമുക്ക് നോക്കിയാൽ 1 കൊരിന്ത്യർ 6:20 പറയുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6:20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതിനാ ദൈവം നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നിരിക്കുന്നത്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇവിടെയും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. ഞാൻ വളരെ സ്ലോയില് ഇങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ പറയാം, നമ്മൾ വ്യക്തമാക്കി പോവാന്നുള്ള. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു കൂട്ടായ്മ വന്നിട്ട് ഭയങ്കര ഒച്ച കൈയിടിച്ച് അങ്ങ് വേർത്ത് കുളിച്ച് അങ്ങനെയാ ദൈവത്തെ മഹത്വം. അപ്പൊ നന്നായിട്ട് ആരാധിച്ച് തുള്ളിയാല് ഭയങ്കരമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. പോൾ പറയുക നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മുടെ ശരീരം കൊണ്ടാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എത്രത്തോളം ഷൗട്ട് ചെയ്യാവോ അത്രത്തോളം മഹത്വം. അങ്ങനെയൊന്നുമല്ല. We need to come back to the gospel. എന്താ വചനം പഠിപ്പിക്കുന്നത്? എന്റെ പ്രിയരെ, നമ്മുടെ ശരീരത്തെ നാം വിശുദ്ധിയോടെ വേർപാടോടെ സൂക്ഷിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടും. അങ്ങനെയാ ദൈവം മഹത്വപ്പെടും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശരീരം വിശുദ്ധിയോടെ വേർപാടോടെ നമ്മൾ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ആ ദൈവം മഹത്വം എടുക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 1:20 പോൾ പറയുന്നത് എന്താ? ഫിലിപ്പിയ ലേഖനം 1:20 അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പറഞ്ഞു നോക്കിയേ, ക്രിസ്തു എന്നിൽ മഹത്വപ്പെടണം. എന്റെ പ്രിയരെ, പാപം എന്റെ ശരീരത്തിൽ ഞാൻ വെച്ചുകൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ മഹത്വപ്പെടണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? കാരണം വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഒരു ചേർച്ചയും പോകും. നമ്മൾ എത്രത്തോളം ആ വചനത്തോട് ചേർന്ന് നടന്ന് ദൈവം എന്ത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, അതാ പൗള് പറയുന്നത്, എന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് മനസ്സിലാക്കണം. എന്റെ വിളിയാലുള്ള ബേസിക് ആയിട്ടുള്ള ആശ എന്താണെന്നറിയോ? ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം നമ്മൾ വിശുദ്ധിയോടെ കർത്താവിന്റെ കൂടെ നടക്കണം. അതാ അതിന്റെ ബേസിക് ആയിട്ടുള്ള ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ കുറിച്ച്. അങ്ങനെയാ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ശരിക്കും എന്താ ദൈവം കാൽവരിയിൽ ചെയ്തതെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാ എന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട്, അല്ലെങ്കിൽ എന്റെ പാപത്തെ നീക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്നത്. പണ്ടൊരു വ്യക്തി ഈ 103 സങ്കീർത്തനം വായിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു ഞാൻ ഓർക്കുക. 103 സങ്കീർത്തനം വായിച്ചു. 103 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പോ
നിന്റെ രോഗ്യത്തെ അല്ലെങ്കിൽ നിന്റെ അകൃത്യത്തെ, നിന്റെ പാപത്തെ മോചിപ്പിക്കണമെങ്കിൽ അവനെ സ്തുതിച്ച് ആരാധിച്ചാൽ മതി. നമ്മൾ സ്തുതിച്ച് ആരാധിക്കും നമ്മുടെ പാപത്തെ മോചിപ്പിക്കാനല്ല എൻ്റെ പ്രിയരെ. നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. നീതീകരണം, വിശുദ്ധീകരണം എന്താണ്? കർത്താവ് കാൽവരിയിൽ എന്താ ചെയ്തത്? അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആരാധനയ്ക്ക് മാറ്റം വരും, നമ്മുടെ സ്തോത്രത്തിന് മാറ്റം വരും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരും. ഹല്ലേലൂയ. ഈ പണ്ടൊരിക്കല് ശലോമോന് ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി. പോളിനും ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായി. എവിടെ വെച്ചാ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച്. പോളിന് പ്രത്യക്ഷയുണ്ടായിട്ട് പോള് ഗലാത്യ ലേഖനം 1:16 പറയുന്നത് എന്താണെന്നറിയോ? ഗലാത്യ ലേഖനം 1:16. ഹല്ലേലൂയ. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ ഓള് പറയുന്നത് എനിക്ക് വെളിപ്പെട്ടെന്നല്ല. ഓള് പറയുക ദൈവം എന്നെ ദൈവം എന്നിൽ വെളിപ്പെടണം. അങ്ങനെയല്ല ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ അവൻ എന്നോട് പ്രസാദം തോന്നിയപ്പോൾ. അതാ പോള് പറയുന്നത്. ശലോമോന് ദൈവം വെളിപ്പെട്ടു, പക്ഷെ ശലോമോന്റെ അവസാനം നമുക്കറിയാം എങ്ങനെയാന്നല്ലേ? നമ്മുടെയും പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം പ്രിയരെ. ദൈവം എന്നിൽ വെളിപ്പെടണം, എന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടണം. അനേകരെ നേടുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ എന്നോട് പ്രസാദം തോന്നിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടണം ദൈവം. നമ്മളൊരു പാട്ട് പാടുന്നില്ലേ? ഒരു പാട്ടില്ലേ? പഴി, ദുഷി, നിന്ന, പരിഹാസം, അതിന്റെ നടുവിൽ എന്നെ സൗരഭ്യ വാസനയാക്കി മാറ്റണമേ. ആ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിന്റെ വാസന എന്റെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെയെങ്കിൽ ദൈവം നിന്നിൽ വെളിപ്പെട്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥന എന്താ? ദൈവമേ എനിക്ക് വെളിപ്പെടണം. ദൈവമേ എന്നിൽ, ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു, നീ രക്ഷിക്കപ്പെട്ട ആ ദിവസം. ഇനി നമ്മുടെ പ്രാർത്ഥന, ദൈവമേ എന്നിൽ അവിടുന്ന് ദിനംതോറും വെളിപ്പെടണമേ. നമുക്ക് വെളിപ്പെട്ടാൽ മാത്രം പോരാ പ്രിയരെ, ദൈവം നമ്മിൽ വെളിപ്പെടണം. നമുക്ക് എത്ര പേർക്ക് അതിനുള്ള ആഗ്രഹമുണ്ട്? ദൈവമേ, അതെങ്ങനെ നമ്മിൽ വെളിപ്പെടുന്നത്? നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ആ രക്ഷ എന്ന നീതീകരണത്തിൽ നമുക്ക് എത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കാൻ സാധിക്കുന്നു? നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ട കാലത്ത് ദൈവം വെളിപ്പെട്ടു, പിന്നെ ഇപ്പോൾ ദൈവം വെളിപ്പെടുന്നില്ല. ഇപ്പൊ ഉണ്ടാവുന്നതെല്ലാം കാട്ടുമുന്തിരിയുടെ ഫലമാണ്. നല്ല മുന്തിരിയുടെ ഫലമൊന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് അല്പം പ്രാർത്ഥിച്ച് ഈ ചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.